അതാറാ അത്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്കറിഞ്ഞൂടാ. അവന്റെ നിപ്പിൽ എന്തോ ഒരു പന്തിയിടില്ലേ? ഉണ്ടോ? ഒരു ആത്മഹത്യ മണക്കുന്നുണ്ടോ? ഇല്ല. എനിക്ക് മണക്കുന്നുണ്ടോ? ആണോ? എന്നാ വാ ചോദിക്കാം. വാ. എന്താ എന്താ ഇവിടെ നിക്കുന്ന? മതിയായി. മതിയായെങ്കിൽ വീട്ടിൽ പോണം. എന്തിനാ ഇവിടെ നിക്കുന്ന? അതല്ല, ജീവിതം മതിയായി ഇന്ന്. ഞാൻ പറഞ്ഞില്ലേ ആത്മഹത്യ നിക്കുക. ഇവിടെ മുങ്ങിയ ബോഡി പോലും കിട്ടൂല. അത് കുഴപ്പമില്ല, എനിക്ക് നീന്താ അറിയാം. പിന്നെ നീ എന്തിനാ ചാടിച്ചാവുന്നത്? എന്തേലും പറ്റിയ രക്ഷപ്പെടാലോ. എടാ എന്തൂടാ പറയുന്നത്? വീടാ സംഭവം ആത്മഹത്യ ചെയ്ത് ആട്ടും കാട്ടോ എന്ന് പോലും അറിയാത്തവനാ. ബാപ്പ പിടിച്ചോണ്ട് വരാം. ചന്തി പിടിക്കാം. ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. പിന്നെ നീ മന്തി തിന്നല്ലേ തീർക്ക. നീ എവിടെ പോയി ചത്താലും തൂങ്ങുന്ന ഞങ്ങളാ. സാക്ഷി ഉണ്ടോ? ഞങ്ങൾ രണ്ടുപേരുവാ. നിങ്ങളൊക്കെ ആരാ? പറഞ്ഞു വിട്രാ. പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നീ ആര്? പിന്നെ നീ പിന്നെ മന്ത്രിയുടെ മോനാണല്ലോ. നീ അവിടെ ചാവാൻ നിന്നപ്പോ ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്? നിങ്ങള്. നിങ്ങളാണ് ഞങ്ങള്. അപ്പൊ ഞാനാരാ? എടാ ഞങ്ങൾ ആരാടാ അവിടുന്ന് പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയത്? എന്നെ. അതാണ് നീ. അപ്പൊ നമ്മള് മൂന്നുപേരും കൂടെ ഇവിടെ എന്തോ ചെയ്യുന്നു? ഞാൻ ദുബായില് വിസിറ്റിങ്ങിന് വന്നത്. ഞാനിവിടെ കുഴിയാനെ പിടിക്കാൻ വന്നു. ഞാൻ ഇപ്പൊ എന്തോ കുഴിമന്തി വയ്ക്കാൻ വന്ന? കൊല്ല്, ഇടിച്ചു കൊല്ല്, ചാവട്ടി ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവൻ ചാടി ചത്തേനെ വെറുതെ. എടാ ഇവന്റെ സമനില തെറ്റി കിടക്കുവാണ്. പേരെന്തുവാ? ആത്മരാജ്. സന്ദർഭത്തിന് പറ്റിയ പേര്. ആത്മരാജിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തുണ്ടായി? എന്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിതം. അയ്യോ സോറി. എന്റെ ഇത് എങ്ങനെ അറിഞ്ഞു? എന്റെ കാമുകി അവളെ വേറൊരുത്തനുമായിട്ട് മാളി വെച്ച് കണ്ട്. ക്രൂവൽ. ആര്? കാമുകി. അതായത് നിന്റെ ഭാര്യക്ക് അവിഹിതം ഉണ്ടെന്ന് നീ നിന്റെ അവിഹിതം വഴി അറിഞ്ഞ്. അതെ. അപ്പം നിനക്ക് അവിഹിതം? അതവക്കറിയില്ലല്ലോ. അല്ല അപ്പൊ അവളുടെ അവിഹിതോ? അതെനിക്കറിയാലോ. അല്ലപ്പ ഈ കാമുകിക്ക് ഭർത്താവുണ്ട്? ഉണ്ട്.